റിതുവിന് എന്തോ ഒരു പണിയുണ്ട്. നമ്മളൊന്ന് പോയി നോക്കട്ടോ. ഹായ് ഗൈസ്, എന്താണ് നിങ്ങളെ പരിപാടി? ആർക്കാ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നേ? നിങ്ങൾ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കുക. ഇത് കണ്ടോ ഗൈസ്, റിതുമോൻ ഉണ്ടാക്കിയതാണ് കേട്ടോ കാർഡ്. ഇതാക്കുന്ന വില കൈയോണ്ട് തന്നെ ഉമ്മക്ക് മദേഴ്സ് ഡേ ആയിട്ട് ഓല് ഇതാക്കുന്ന കാർഡ് ഉണ്ടാക്കുക കേട്ടോ. ഇങ്ങനെ കൈവുള്ള എത്ര മക്കളുണ്ട് ഗൈസ്. സ്വന്തം ഉമ്മക്ക് ഇന്ന് മദേഴ്സ് ഡേ ആണെന്ന് അറിഞ്ഞപ്പോതാ ഓല് തന്നെ സ്വന്തം കാർഡ് ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ നമ്മക്കൊരു സന്തോഷാട്ടോ. പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലല്ലോ സ്നേഹം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു കാർഡൊക്കെ മക്കളെ സ്നേഹം മക്കൾ ഉണ്ടാക്കിയിട്ട് ഉമ്മമാർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോ അല്ലേ റിതു, എനിക്ക് എൻ്റെ അമ്മനെ അത്ര ഇഷ്ടാ? റിലുനോ കൊറേ ഇഷ്ടാ? അപ്പൊ നിങ്ങള് കാർഡ് ഉണ്ടാക്കിയിട്ടതാ വലുത് ഭയങ്കര വില കലാവിരുദ്ധം ഇവിടെ തെളിയിക്കാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, നല്ല കളറൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാക്കുന്ന റിലുമോള് സെറ്റ് ആക്കിട്ടോ. നോക്കട്ടെ റിലുമോളെ, നോക്കട്ടെ നാട്ടിൽ നിക്ക്, നോക്കട്ടെ സാധനം നോക്കട്ടെ. ഇത് കണ്ടോ ഗൈസ്, ഹായ് മോം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബേക്കിലൊന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ തുറക്കാൻ പറ്റുമോ? ഉള്ളെന്നാലും നമുക്ക് വീല് കാണിച്ചെടുക്കാം വീഡിയോയില്. എന്തൊക്കെ എഴുതിയ? ഓ വാവ്, അടിപൊളിയായിട്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. യു മേക്ക് മൈ ലൈഫ് ബ്യൂട്ടിഫുൾ, യു ആർ സിംപ്ലി അമേസിങ്, താങ്ക് യു ഫോർ എവരിത്തിങ്, ഹാപ്പി മദേഴ്സ് ഡേ. അടിപൊളിയായിട്ട് ഇതാക്കുന്നോളെ എഴുതിയതാട്ടോ. ഓളെ ഹാൻഡ് റൈറ്റിംഗ് ആട്ടോ ഗൈസ്. അതിലുള്ളതാണല്ലേ മോം ഹാപ്പി മദേഴ്സ് ഡേ. ഇനി അടുത്ത് ഓ ഐ ലവ് യു ഇതാക്കുന്ന ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മോം എന്നൊക്കെ എഴുതിയിട്ട്. വാവ്, അടിപൊളിയാണ് കേട്ടോ. സെറ്റാണ് റില്ല മോളെ. ഇനിയപ്പോ ഉമ്മച്ചി കൊടുക്കാൻ പോവാ. കൊടുക്കാൻ പോവാ ഗൈസ്. റൈഹാനത്തെ സുഖമില്ലാണ്ട് കിടക്കുകയാണ് കേട്ടോ. ഗൈസ് റയാനത്തെ സുഖമില്ലാണ്ട് സൈഡായി പോയതാണ്. എനിക്കത് സർപ്രൈസ് ആയിട്ട് മക്കളൊക്കെ ഇതാക്കുന്ന ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി കൊണ്ടു തന്നിക്കുക. അടിപൊളി ആയിട്ടുണ്ടല്ലേ. എന്താ റയാന്ത ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളേ? ഓക്ക് സംസാരിക്കാൻ പോലും ആവതില്ല ഗൈസ്. അടിപൊളിയല്ലേ? റിലുമോള് റിതുമോനോട്